തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച് നാളെ ചേരുന്ന യോഗം തീരുമാനമെടുക്കും. ചടങ്ങുകൾ മാത്രമാക്കി നടത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ല എന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സർക്കാർ തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കി. ഞാൻ ഹൈക്കോടതി കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ നമുക്ക് അനുമതി തന്നു നാളെ മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടി. ആ മീറ്റിംഗ് നാളെ രാവിലെ 10:30 മണിക്ക് ഇവിടെ കളക്ട്രേറ്റിൽ നടക്കും. പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. അതിനുശേഷം അക്കാര്യങ്ങൾ വിശദീകരിക്കാം. അഡ്വാൻസായി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിൻ്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരി എന്നുള്ളതുകൊണ്ട് ഇനി നാളുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ ചർച്ച ചെയ്യാനൊക്കെ പിന്നീടുള്ള അവസരങ്ങൾ നമുക്ക് പ്രയോജനം. വളരെ അധികം ദുഃഖകരമായിട്ടൊരു സംഭവമാണ് ഇന്നലെ നടന്നത്. അനുശോചനം രേഖപ്പെടുത്തുന്നു. ജില്ലാ ഭരണകൂടം ആയിട്ട് ആലോചിച്ച് എന്താ വേണ്ടതെന്നുള്ളത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. പൊതുജനത്തിൻ്റെ വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റിയുടെ ഒരു യോഗമുണ്ട്. അതിൽ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ ഇരു ദേവസ്വങ്ങളും കൂടി ചർച്ച ചെയ്ത് സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് ജനവികാരങ്ങളും അതുപോലെ തന്നെ പൊതു താല്പര്യമനുസരിച്ച് എന്താ വേണ്ട വെച്ചാൽ അതുപോലെ തന്നെ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലും ഉചിതമായിട്ടൊരു തീരുമാനം. അല്ല, എന്തായാലും ആഘോഷങ്ങളും ആഡംബരങ്ങളും ഉണ്ടാവില്ല. അതെന്തായാലും ഉണ്ടാവില്ല. പിന്നെ ചടങ്ങുകൾ എന്തായാലും അതിൻ്റെതായ നടത്തേണ്ടതായിട്ട് വരും. ആ ഒരു തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നിനും ഒരു തടസ്സം നിൽക്കരുത്. എല്ലാ പരിശോധനയും നടന്ന് ആ ഷെഡുകളിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഒരു അട്ടിമറിയില്ല. അവിടെ ഉണ്ടായിരുന്ന എത്രയെന്ന് അറിയില്ല. നമുക്ക് ഓരോ വെടിക്കെട്ടിന് നമുക്ക് 2000 kg ആണ് നമുക്ക് പെർമിഷൻ തന്നിരിക്കണേ. അവിടെ എത്രയുണ്ടാണോ അത് നമ്മൾ കരാറ് കൊടുത്തിരിക്കുന്നതാണ്. അവർ മറ്റുള്ള കരാറുകളും എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ജേസൺ ചാമോൾ വിവരങ്ങളുമായി. ജേസൺ, എന്താണ് ഇപ്പോൾ ദേവസ്വങ്ങൾ എടുക്കുന്ന നിലപാട്? സർക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണല്ലോ അല്ലേ? സ്മൃതി, തീർച്ചയായും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊരു തീരുമാനം പറയും. ആ തീരുമാനത്തിന് മുമ്പ് സർക്കാർ തന്നെ ഇന്ന് പ്രഖ്യാപിച്ചത്, മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ദേവസ്വങ്ങളുമായി ചർച്ച നടത്തും. ഒരു സമവായത്തിലൂടെ എങ്ങനെ വരും ദിവസങ്ങളിൽ തൃശ്ശൂർ പൂരം നടത്തണം എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി നാളെ 10:30 തൃശ്ശൂർ കളക്ട്രേറ്റിലാണ് യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത്. ദേവസ്വങ്ങൾ തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് ഈ ചർച്ചയെ കാണുന്നത്. സ്വാഭാവികമായും വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. ആ ദുരന്തത്തിൽ ഉണ്ടായ പൊതുവികാരവും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ട് ഒരു തീരുമാനം നാളെ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇന്ന് ഈ 2 ദേവസ്വങ്ങളെ സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നുണ്ട്. പിന്നീട് ഒന്നിച്ച് ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും നാളെ മന്ത്രിതല ചർച്ചയിലേക്ക് പോവുക. സ്വാഭാവികമായും വെടിക്കെട്ട് നടക്കുക എന്നുള്ളത് ഇനി സ്വാഭാവികമായും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഒരു വിഭാഗത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പാലക്കാട് ഇപ്പോൾ സീസ് ചെയ്തിരിക്കുകയാണ്. പാലക്കാടാണ് അത് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അവിടെ ജില്ലാ ഭരണകൂടം അത് സീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ടൊരു വെടിക്കെട്ട് നടക്കുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ കുടമാറ്റവും അതുപോലെ തന്നെ ഇളഞ്ഞിത്തരമേള ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളോടും കൂടി നടത്തണം എന്ന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കുക നാളെ ചേരുന്ന യോഗത്തിലായിരിക്കും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവും മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കും. അത് സംബന്ധിച്ചുള്ള ഒരു സമവായത്തിലൂടെ 24-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കേണ്ടത്. എന്തായാലും അതുണ്ടാകില്ല. 25-ാം തീയതിയാണ് വിളംബരം നടക്കുന്നത്. അതുപോലെ തന്നെ 26-ാം തീയതിയും 27-ാം തീയതി നടക്കുന്ന പൂരച്ചടങ്ങുകളും അത് ഏത് രീതിയിൽ നടക്കണമെന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കും. ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.